വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കാനാണ് നമ്മളെല്ലാവരും ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ഇംഗ്ലീഷ് വേർഡ്സ് അറിഞ്ഞിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടാവണം എന്നില്ല. ശരിയാണ്, നമ്മൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്കറിയാവുന്ന വാക്കുകൾ വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കും അല്ലേ? പക്ഷേ ശരിയായ ആ ഒരു ഫ്ലുവൻസി വേണ്ടി വരുന്ന സമയത്ത് ഇത് ചെയ്താൽ മതിയാവില്ല. അപ്പം നമ്മളവിടെ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്, അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പലർക്കും ചെറിയ സെൻറ്റൻസസ് ഉണ്ടല്ലോ, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ്, അത് ഫോം ചെയ്യാൻ അറിയാമായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെ ചെറിയ സെൻറ്റൻസസ് മാത്രം യൂസ് ചെയ്തിട്ടല്ലല്ലോ. അല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നതും ചെറിയ സെൻറ്റൻസസിലായിരിക്കില്ല, വലിയ സെൻറ്റൻസസ് ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു ചെറിയ സെൻറ്റൻസ് എടുത്ത് അത് എക്സ്പാൻഡ് ചെയ്ത് വലിയ സെൻറ്റൻസാക്കി മാറ്റുന്നതെന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇംഗ്ലീഷിൽ പല മെത്തേഡ്സ് ഉണ്ട്, പല ടെക്നീക്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെക്നീക്കാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ള മെത്തേഡ്സ് നമുക്ക് പിന്നീട് വേറെ ലെസൺസിൽ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ സെൻറ്റൻസ് എടുക്കുക കേട്ടോ. ഞാൻ പറയുന്നത് കുട്ടികൾ കളിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? കളിക്കുക എന്നുള്ളതിന് ടു പ്ലേ എന്നല്ലേ പറയുന്നത്. പ്ലേ ആണ് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കളിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് പ്ലേഡ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് പറയും? കുട്ടികൾ, ആൺകുട്ടികൾ കളിച്ചു. ദ ബോയ്സ് പ്ലേഡ്. കണ്ടോ? ദ ബോയ്സ് പ്ലേഡ്. അപ്പോൾ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആരാ കളിച്ചേ? ഹൂ പ്ലേഡ്? ആരാ കളിച്ചേ? ദ ബോയ്സ് അല്ലേ? ബോയ്സ് ആണ് കളിച്ചത്. അപ്പോൾ ആരാണ് ഇവിടെ ഈ പ്രവൃത്തി ചെയ്തത്? ബോയ്സ് ആണ്. അപ്പോൾ ബോയ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതായത് നമ്മൾ മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. ആ പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ബോയ്സ് ആണ്. അവരെന്താ ചെയ്തത്? അവർ കളിച്ചു. അപ്പോൾ പ്ലേഡ് ആണ് ഇവിടുത്തെ ക്രിയ, ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾ ഈ കണ്ടില്ലേ ദ ബോയ്സ് പ്ലേഡ് എന്ന് പറയുന്നത്? അതൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, ഇത്ര ചെറിയ ഒരു സെൻറ്റൻസ് ആയിട്ട് വരുമോ എന്ന്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സെൻറ്റൻസ് തന്നെയാണത്. കാരണം ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ഫോംഡ് ആവണമെങ്കിൽ അവിടെ നമുക്കൊരു സബ്ജക്റ്റ് വേണം, ഒരു വേർബ് വേണം. അത് രണ്ടും ഇവിടെ ഉണ്ടല്ലോ. ആ അർത്ഥം അവിടെ പൂർണ്ണമായിട്ട് വന്നല്ലോ. ബോയ്സ് കളിച്ചു. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണ്. ഇനി ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചോദിക്കുന്നത് അവരെന്ത് കളിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ വാട്ട് എന്നൊരു ചോദ്യമാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. അവരെന്താ കളിച്ചേ? വാട്ട് എന്ന വാക്ക് ഇവിടെ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. അവരെന്താ കളിച്ചതെന്നറിയാമോ? അവർ ഫുട്ബോളാണ് കളിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം? ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ മനസ്സിലായോ? ഈ കുട്ടികൾ കളിച്ചത് ഫുട്ബോളാണ്. ആ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ കർമ്മം എന്ന് പറയുമായിരുന്നു. ഇംഗ്ലീഷിൽ നമ്മളിതിനെ ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ വേർഡ്സ് വരുന്ന ഓർഡറാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, അത് കഴിഞ്ഞ് അവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ എന്നാണ്. കണ്ടല്ലോ? ദ ബോയ്സ് സബ്ജക്റ്റ്, പ്ലേഡ് എന്ന് പറയുന്നത് വേർബ്. എന്താ കളിച്ചവർ? ഫുട്ബോൾ കളിച്ചു. ഫുട്ബോളാണ് ഓബ്ജക്റ്റ്. പക്ഷേ നമുക്ക് ഈ സെൻറ്റൻസ് ഇനിയും വലുതാക്കണം കേട്ടോ. അതിന് ഇനിയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ അതിന് മുൻപ് ഇതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. അപ്പം ഞാൻ പറയുന്നത് സാറ കഴിച്ചു. എന്ത് പറയും? കഴിക്കുക എന്നുള്ളതിന് ടു ഈറ്റ് എന്നല്ലേ പറയുന്നത്. കഴിച്ചു എന്ന് പറയാൻ, പാസ്റ്റ് ടെൻസിൽ പറയാൻ നമ്മൾ എയ്റ്റ് എന്ന് പറയും. അപ്പോൾ സ്പെല്ലിങ് നോക്കണേ, ATE എന്നാണ് വന്നത്. അപ്പോൾ സാറ കഴിച്ചു എന്താ പറയുക? സാറ എയ്റ്റ്. അപ്പോൾ അവിടെയും ആ ഒരു വേർഡ് ഓർഡർ നിങ്ങൾ കണ്ടോ? ആദ്യം സബ്ജക്റ്റ് സാറ, അത് കഴിഞ്ഞ് സാറ എന്താ ചെയ്തേ? കഴിച്ചു, എയ്റ്റ്. അതാണ് വേർബ്. ഇനി എന്താ സാറ കഴിച്ചതെന്നറിയോ? ഒരു ആപ്പിളാണ് കഴിച്ചത്. അപ്പോൾ എന്ത് പറയും? സാറ എയ്റ്റ് ആൻ ആപ്പിൾ. ഒരു ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതിയതെന്ന് കണ്ടല്ലോ? APPLE എന്നാണ് സ്പെല്ലിംഗ്. അതിൻ്റെ ആദ്യം വരുന്ന അക്ഷരം A ആണ്. പക്ഷെ അക്ഷരം എന്നുള്ളതിലുപരി ആ പറയുന്ന സ്വരം എന്താ വന്നതെന്ന് നോക്കൂ. ആപ്പിൾ, ആ എന്നാണ് വന്നത് അല്ലേ? അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ, അതായത് ആ, ഇ, ഉ, എ, ഐ ഇതുപോലെയുള്ള സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ നമ്മളവിടെ
ആൻ എന്നാണ് ആ വാക്കിന് മുൻപിൽ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ഇവിടെ സാറ എയ്റ്റ് ആൻ ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഞാൻ അവളെ കണ്ടുമുട്ടി. കണ്ടുമുട്ടുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ മീറ്റ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ പാസ്റ്റ് ടെൻസ് വരണ്ടേ? കണ്ടുമുട്ടി എന്നല്ലേ പറഞ്ഞേ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മെറ്റ് എന്നാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണേ. മുൻപ് നമ്മൾ കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് മെയ്റ്റ് അല്ല, മെറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇംഗ്ലീഷിന്. ഓരോ വേർബിൻ്റെയും പാസ്റ്റ് ഫോം വരുന്നത് പല രീതിയിലായിരിക്കും. അപ്പം അത് നമ്മൾ ഉപയോഗിച്ച് തന്നെ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ അവളെ കണ്ടുമുട്ടി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഞാൻ എന്നുള്ളതാണ് ആദ്യം വരിക, ഐ. ഞാൻ എന്താ ചെയ്തേ? കണ്ടുമുട്ടി. അതാണ് ഇനി വരേണ്ടത്, വേർബാണ് ഇനി വരേണ്ടത്. ഐ മെറ്റ്. ആരെ? അവളെ. അതാണ് ഇനി പറയുക. അപ്പോൾ ഐ മെറ്റ് ഹേർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഇംഗ്ലീഷിൽ അവൾ എന്നുള്ളതിന് എന്താ പറയുക? ഷീ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ അവളെ കണ്ടുമുട്ടി എന്നാണ്. അവളെ എന്നുള്ളതിനാണ് നമ്മൾ ഹേർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഐ മെറ്റ് ഷീ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഐ മെറ്റ് ഹേർ എന്ന് പറയണം. അവനെ എന്നായിരുന്നെങ്കിലോ ഐ മെറ്റ് ഹി അല്ല, ഐ മെറ്റ് ഹിം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞൊരു സെൻറ്റൻസ് ഇല്ലേ, ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ. ഈ സെൻറ്റൻസ് ഇനി നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇനിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അവരെവിടെയാണ് കളിച്ചത്? കുട്ടികൾ ഫുട്ബോൾ കളിച്ചല്ലോ, അവരെവിടെയാണ് കളിച്ചത്? വേർ. എവിടെ? വേർ എന്നുള്ള ചോദ്യമാണ് ഇനി ഞാനിവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അവർ ഗ്രൗണ്ടിലാണ് കളിച്ചത്, പ്ലേ ഗ്രൗണ്ടിലാണ് കളിച്ചത്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ദേ പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്നാണ്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ മൈതാനം എന്നുള്ളതിന് നമുക്കിവിടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാം. പക്ഷെ മൈതാനത്തിലാണ് കളിച്ചത്, ഗ്രൗണ്ടിലാണ് കളിച്ചത് അല്ലേ? അതിനാണ് നമ്മളിവിടെ ഇൻ എന്നുകൂടെ യൂസ് ചെയ്തത്. അപ്പോൾ ഏതോ ഒരു പ്ലേ ഗ്രൗണ്ടിലല്ല, നമുക്കറിയാം ഇന്ന പ്ലേ ഗ്രൗണ്ടിലാണെന്ന്. അതുകൊണ്ടാണ് ദ ചേർത്തത് കേട്ടോ. ഇൻ എ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ പ്ലേ ഗ്രൗണ്ട് എന്ന് വരും. അങ്ങനെ അല്ലല്ലോ, നമുക്കറിയാം അവർ ഏത് മൈതാനത്താണ് കളിച്ചതെന്ന്. അപ്പോൾ ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. കണ്ടോ എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് എക്സ്പാൻഡ് ചെയ്തെന്ന്? കുട്ടികൾ കളിച്ചു, കുട്ടികൾ ഫുട്ബോൾ കളിച്ചു, കുട്ടികൾ മൈതാനത്തിൽ ഫുട്ബോൾ കളിച്ചു. അപ്പോൾ ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അവിടം വരെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഏത് സ്ഥലത്താണ്, എവിടെയാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നതെന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന കുറച്ച് സെൻറ്റൻസസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പൂച്ച ഇരുന്നു. ഇരിക്കുക എന്നുള്ളതിന് സിറ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് വരണമല്ലോ, അതിന് സാറ്റ് എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പൂച്ച ഇരുന്നു. ദ ക്യാറ്റ് സാറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാനിവിടെ ഏതോ പൂച്ചയെക്കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എ ക്യാറ്റ് സാറ്റ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇവിടെ എനിക്കറിയാം ഞാൻ ഇന്ന പൂച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദ ക്യാറ്റ് സാറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ പൂച്ച എവിടെ ഇരുന്നതെന്ന് അറിയാമോ? ഒരു ബോക്സിന് മേലെയാണ് ഇരുന്നത്. ഒരു പെട്ടിക്ക് മുകളിലായിട്ടാണ് പൂച്ച ഇരുന്നത്. അപ്പോൾ എന്ത് പറയും? ദ ക്യാറ്റ് സാറ്റ് ഓൺ എ ബോക്സ്. ഏതോ ഒരു പെട്ടിക്ക് മുകളിൽ, ഒരു പെട്ടിക്ക് മുകളിൽ. അതുകൊണ്ടാണ് ദ ക്യാറ്റ് സാറ്റ് ഓൺ എ ബോക്സ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പെട്ടിയുടെ ഉള്ളിലായിരുന്നെങ്കിൽ ഇൻ എന്ന് യൂസ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? ഇനി ഇതേപോലെ വേറൊരു സെൻറ്റൻസ് കൂടെ ഞാൻ പറയാം. എൻ്റെ കയ്യിൽ കുറച്ച് കീസ് ഉണ്ട്, അത് ഞാനിവിടെ ഈ ടേബിളിലേക്ക് അങ്ങോട്ട് ഇട്ടു, അല്ലെങ്കിൽ ടേബിളിൽ വെച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ വെക്കുക, അങ്ങോട്ട് ഇടുക എന്നുള്ളതിന് പുട്ട് എന്ന വാക്കാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്, ഈ വേർബിന്. അതിൻ്റെ പാസ്റ്റ് ടെൻസും പുട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുക? ഞാൻ വെച്ചു. ആദ്യം ഞാൻ, സബ്ജക്റ്റ് വരണമല്ലോ, ഐ. ഞാൻ ചെയ്തത് വെക്കുകയാണ്, ഐ പുട്ട്. എന്താണ് ഞാൻ വെച്ചത്? താക്കോലുകൾ. ഐ പുട്ട് ദ കീസ്. ഏതോ താക്കോലല്ലല്ലോ, എനിക്കറിയാമല്ലോ ഏത് താക്കോലാണെന്ന്. ഐ പുട്ട് ദ കീസ്. എവിടെയാണ് ഞാൻ താക്കോല് വെച്ചത്? ടേബിളിൻ്റെ മുകളിൽ. ഓൺ ദ ടേബിൾ. അവിടെയും എനിക്ക് കാണാം ഏത് ടേബിളാണെന്ന്, എനിക്കറിയാം ഏത് ടേബിളാണെന്ന്. ഓൺ ദ ടേബിൾ. മനസ്സിലായോ എങ്ങനെയാണത് കിട്ടിയതെന്ന്? ഐ പുട്ട് ദ കീസ് ഓൺ ദ ടേബിൾ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്തത് എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്ത ആ പ്രവൃത്തി, നമ്മളവിടെ താക്കോല് വെച്ചു, അത് എവിടെ വെച്ചു എന്നുള്ളതിനാണ് നമ്മൾ ഈ ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞത്. പൂച്ച എവിടെ ഇരുന്നേ? ബോക്സിന് മുകളിൽ, ഓൺ ദ ബോക്സ്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ കണ്ട സെൻറ്റൻസ് ഉണ്ടല്ലോ, കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ച ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്, എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സെൻറ്റൻസ് നമ്മൾ ഇതുവരെ കണ്ടത് ഇങ്ങനെയായിരുന്നു: ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ
ഇൻ ദ പ്ലേ ഗ്രൗണ്ട് അല്ലേ. ഇനി ഞാൻ ചോദിക്കുന്നത് അവരെപ്പോഴാണ് കളിച്ചത് എന്നാണ്. അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വെൻ അല്ലേ. ആ വാക്കാണ് നമുക്കിവിടെ ഹെൽപ്ഫുൾ ആവുക. അവരെപ്പോഴാണ് കളിച്ചത്? വെൻ എന്നുള്ളതിന് ഉത്തരം ഇന്നലെ എന്നാണ്, യെസ്റ്റർഡേ. അതും കൂടെ ആയപ്പോൾ ആ സെൻറ്റൻസ് കുറച്ചുകൂടെ സ്ട്രെച്ച്ഡായി, കുറച്ചുകൂടെ വലുതായി. ഇപ്പം എന്താ പറയുന്നത്? ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് യെസ്റ്റർഡേ. അപ്പോൾ എങ്ങനെയാണ് ആ വേർഡ്സിൻ്റെ ഓർഡർ എന്ന് നിങ്ങൾ കണ്ടോ? ആദ്യം സബ്ജക്റ്റ് ദ ബോയ്സ്, പിന്നെ വേർബ് പ്ലേഡ്, അവരെന്താ കളിച്ചത്? ഫുട്ബോൾ. അപ്പോൾ ഓബ്ജക്റ്റ് ആണ് അത് കഴിഞ്ഞ് വരേണ്ടത്. അത് കഴിഞ്ഞ് അവരെവിടെയാണ് കളിച്ചതെന്നുള്ളതാണ്. വേർ, എവിടെ, ഏത് സ്ഥലത്ത്, പ്ലേസ് ആണ് ഇനി പറയുന്നത്. അപ്പോൾ ദേ പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ ഗ്രൗണ്ട്, ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് എപ്പോൾ എന്നത് പറയുന്നു. അപ്പോൾ യെസ്റ്റർഡേ കൂടെ അവിടെ ആഡ് ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഈ യെസ്റ്റർഡേ എന്നുള്ളത് സെൻറ്റൻസിന് ആദ്യം വയ്ക്കാം. യെസ്റ്റർഡേ ദ ബോയ്സ് പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്നും പറയാം. മനസ്സിലായോ? ആ ഒരു സമയത്തെ കാണിക്കുന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ആദ്യവും വേണമെങ്കിൽ വെക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറെയും സെൻറ്റൻസസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സെൻറ്റൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുന്നത് ലൂസി ഇരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ പേരാണ് ലൂസി. ലൂസിയാണ് സബ്ജക്റ്റ്. ലൂസി എന്താ ചെയ്തേ? ലൂസി ഇരുന്നു. എന്ത് പറയും ഇംഗ്ലീഷിൽ? ലൂസി സാറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ലൂസി ആരെ ഇരുന്നു അല്ലെങ്കിൽ എന്തിനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു മറുപടി ഉണ്ടോ? നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുമോ? ഇല്ലല്ലോ. കാരണം ഈ ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക, നിൽക്കുക, ചിരിക്കുക എന്നൊക്കെ പറയുന്ന തരം വേർബ്സിന് ഓബ്ജക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒന്നും അങ്ങനെ പറയാൻ കിട്ടാത്തത്. നേരെ മറിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് അല്ലേ. വാങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് വാങ്ങി എന്ന് ചോദിച്ചാൽ അവിടെയും ഒരു ഉത്തരമുണ്ട്. പക്ഷെ ഇവിടെ ഈ ഇരിക്കുക എന്നുള്ളതിന് ഓബ്ജക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ലൂസി എവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ വേർ എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ലൂസി സോഫയിന്മേൽ ഇരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് പറയും? ലൂസി സാറ്റ് ഓൺ ദ സോഫ. മനസ്സിലായോ? ലൂസി സാറ്റ് ഓൺ ദ സോഫ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ സോഫ എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ലിവിങ് റൂമിലുള്ള സോഫ എന്ന് എനിക്ക് പറയണം. അപ്പോൾ ഞാൻ എന്ത് പറയും? ലൂസി സാറ്റ് ഓൺ ദ സോഫ ഇൻ ദ ലിവിങ് റൂം. ലിവിങ് റൂമിനുള്ളിലല്ലേ സോഫ, അതുകൊണ്ടാണ് ഇന്ന് യൂസ് ചെയ്തത്. ലൂസി സാറ്റ് ഓൺ ദ സോഫ ഇൻ ദ ലിവിങ് റൂം. മനസ്സിലായോ എങ്ങനെയാണ് ആ സ്ഥലത്തെക്കുറിച്ച് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതെന്ന്? ഇനി അടുത്ത ചോദ്യം, ലൂസി എപ്പോഴാണ് ഇരുന്നത്? വെൻ എന്നതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഡിന്നറിന് ശേഷം, അതായത് അത്താഴത്തിന് ശേഷം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഡിന്നർ എന്ന് പറയാം. എന്ത് പറയും? ലൂസി സാറ്റ് ഓൺ ദ സോഫ ഇൻ ദ ലിവിങ് റൂം ആഫ്റ്റർ ഡിന്നർ. ഡിന്നർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ പോവാണ്. നമ്മൾ മുൻപ് ഈ ചോദ്യം കണ്ടിട്ടില്ല. അതിതാണ് ഹൗ. എങ്ങനെയാണ് ലൂസി ഇരുന്നത് എന്നാണ് ഞാനിനി ചോദിക്കാൻ പോകുന്നത്. അതായത് ആ ഇരുന്ന രീതി, അതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് പറയേണ്ടത് ലൂസി വളരെ ശാന്തയായിട്ടിരുന്നു, വളരെ ക്വയറ്റായിട്ടിരുന്നു, ശാന്തമായ രീതിയിലിരുന്നു എന്നാണ് പറയേണ്ടത്. അതിന് എനിക്ക് ഇംഗ്ലീഷിൽ ഷി സാറ്റ് ഇൻ എ ക്വയറ്റ് വേ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് പകരം ഒറ്റ വാക്കായിട്ട് ക്വയറ്റ്ലി എന്ന് യൂസ് ചെയ്യാം. അതായത് ശബ്ദമുണ്ടാക്കാതെ ശാന്തമായിട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇൻ എ ക്വയറ്റ് വേ എന്ന് പറയാം, അതിന് പകരം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ പറയുന്നത് ക്വയറ്റ്ലി എന്നാണ്. അത് ഞാൻ പ്ലേസ് ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമോ? വേർബ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും ലൂസി സാറ്റ് ക്വയറ്റ്ലി ഓൺ ദ സോഫ ഇൻ ദ ലിവിങ് റൂം ആഫ്റ്റർ ഡിന്നർ. അപ്പം ഞാൻ ആ ക്വയറ്റ്ലി എന്നുള്ള വാക്ക് വെച്ചത്, അത് പ്ലേസ് ചെയ്തത് വേർബിന് ശേഷമാണ്. കാരണം അവൾ എങ്ങനെ ഇരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ ആ വാക്ക് യൂസ് ചെയ്തത്, ക്വയറ്റ്ലി യൂസ് ചെയ്തത്. അത് ആ വേർബിന് ശേഷം വരണം. മനസ്സിലായോ? അപ്പോൾ ഈ ക്വയറ്റ്ലി എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പറയുന്നത്, നമ്മൾ വിളിക്കുന്ന പേര് ആഡ്വേർബ് എന്നാണ്. അതായത് സിറ്റ് അല്ലെങ്കിൽ സാറ്റ് എന്ന് പറയുന്ന ആ വേർബിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വാക്കാണ് ക്വയറ്റ്ലി. അതിന് നമ്മൾ ആഡ്വേർബ് എന്ന് വിളിക്കും കേട്ടോ. നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ വാക്കുകൾ വന്ന ഓർഡർ എന്താണെന്ന് മനസ്സിലായോ? ലൂസി സാറ്റ് എങ്ങനെ? ക്വയറ്റ്ലി. എവിടെ?
ഓൺ ദ സോഫ ഇൻ ദ ലിവിങ് റൂം എപ്പോൾ? ആഫ്റ്റർ ഡിന്നർ. കണ്ടോ എങ്ങനെയാണ് ആ സെൻറ്റൻസ് ലോങ് ആയി വരുന്നതെന്ന്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ പറയുന്നത് അമൽ വണ്ടി ഓടിക്കുന്നു. എന്ത് പറയും? അമൽ ഡ്രൈവ്സ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഈ പ്രവൃത്തി ചെയ്യുന്നത് അമലാണ്. അയാൾ എന്താ ചെയ്യുന്നത്? ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ സബ്ജക്റ്റും വന്നു, വേർബും വന്നു. ഇനി എനിക്കറിയേണ്ടത് ഓബ്ജക്റ്റ് ഉണ്ടോ എന്നാണ്. അമൽ എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്? കാറാണ് ഓടിക്കുന്നത്. അപ്പോൾ ഓബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി വരേണ്ടത്. എന്ത് പറയും? അമൽ ഡ്രൈവ്സ് ദ കാർ. കിട്ടിയില്ലേ? അമൽ ഡ്രൈവ്സ് ദ കാർ. ഇനി എൻ്റെ ചോദ്യം, അമൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഹൗ ഡസ് ഹി ഡ്രൈവ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമുണ്ട്. അയാൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവമാണ് വണ്ടി ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്. അപ്പോൾ ഈ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ശ്രദ്ധയുള്ള രീതിയിൽ എന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് കെയർഫുള്ളി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കെയർഫുള്ളി എന്ന് വെച്ചാൽ ഇൻ എ കെയർഫുൾ വേ എന്നാണ്, ഇൻ എ കെയർഫുൾ മാനർ. അപ്പോൾ ഇൻ എ കെയർഫുൾ വേ എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ്, അതിന് പകരം യൂസ് ചെയ്യുന്ന ഒറ്റ വാക്കാണ് കെയർഫുള്ളി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ കെയർഫുള്ളി യൂസ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അമൽ ശ്രദ്ധയോടെയാണ് കാർ ഓടിക്കുന്നതെന്ന് എനിക്ക് പറയണം. എങ്ങനെ പറയും? അമൽ ഡ്രൈവ്സ് ദ കാർ കെയർഫുള്ളി എന്ന്. ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, വേർബ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ly വരുന്ന തരം വാക്കുണ്ടല്ലോ, ആഡ്വേർബ്, അത് വരണം എന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ വന്നത്. ഞാൻ പറഞ്ഞത് അമൽ ഡ്രൈവ്സ് കെയർഫുള്ളി ദ കാർ എന്നാണോ? അല്ലല്ലോ. അതിന് കാരണമുണ്ട്. കാരണം ഈ സെൻറ്റൻസിൽ അമൽ ഡ്രൈവ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഓബ്ജക്റ്റ് ഉണ്ട്. അമൽ എന്താ ഡ്രൈവ് ചെയ്യുന്നത്? കാറാണ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ? ആ ഓബ്ജക്റ്റിലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആഡ്വേർബ് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ അമൽ ഡ്രൈവ്സ് കെയർഫുള്ളി ദ കാർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പകരം അമൽ ഡ്രൈവ്സ് ദ കാർ കെയർഫുള്ളി എന്ന് പറയണം. മനസ്സിലായോ? അതായത് ഓബ്ജക്റ്റ് വരുന്നിടത്ത് അത് കഴിഞ്ഞിട്ട് ആഡ്വേർബ് വെച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമൽ ഇങ്ങനെ സൂക്ഷിച്ചോടിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതിന് വൈ എന്നാണ് ചോദിക്കുക. അതായത് ഫോർ വാട്ട്? എന്തിനാണ് അയാൾ ഇങ്ങനെ സൂക്ഷിച്ചോടിക്കുന്നത്? അവിടെ ഉത്തരമുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാനാണ് അയാൾ ഇങ്ങനെ വണ്ടി സൂക്ഷിച്ചോടിക്കുന്നത്. അപ്പം എന്ത് പറയും? അമൽ ഡ്രൈവ്സ് ദ കാർ കെയർഫുള്ളി ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. മനസ്സിലായോ? ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് എന്ന് വെച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ. അപ്പോൾ ടു അവോയ്ഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക, അപകടങ്ങൾ, അതിനാണ് ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അമൽ ഡ്രൈവ്സ് ദ കാർ കെയർഫുള്ളി ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. മനസ്സിലായോ? അതുകൂടി ഇവിടെ വന്നു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. മായ ഉറങ്ങി. അപ്പോൾ ഉറങ്ങുക എന്നുള്ളതിന് ടു സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റും വേർബും റെഡിയാണ്. മായ സ്ലെപ്റ്റ്. കിട്ടിയല്ലോ? ഇനി എനിക്ക് ചോദിക്കേണ്ടത് മായ എങ്ങനെ ഉറങ്ങി എന്നാണ്. ആ ഉറങ്ങിയ രീതിയാണ്. അപ്പോൾ ഇവിടെ മായ നല്ല സുഖമായിട്ട് ഉറങ്ങി എന്നാണ് ഞാൻ പറയുന്നത്. അതായത് വളരെ ഗാഢമായിട്ടുള്ള ഉറക്കമായിരുന്നു എന്നൊക്കെ പറയില്ലേ, ഒരു ശബ്ദം അറിഞ്ഞില്ല, നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറയാവുന്നൊരു വാക്ക് സൗണ്ട്ലി എന്നതാണ്. സൗണ്ട്ലി എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത രീതിയിൽ വളരെ ഗാഢമായിട്ടുള്ള രീതിയിൽ ഉറങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഒന്നില്ലെങ്കിൽ പറയാം മായ സ്ലെപ്റ്റ് സൗണ്ട്ലി. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ സ്ലെപ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഉറങ്ങി എന്ന് പറയുന്നതിന് ഒബ്ജക്റ്റ് ഇല്ല. എന്തിനെ ഉറങ്ങി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് മായ സ്ലെപ്റ്റ് കഴിഞ്ഞതും ആഡ്വേർബ് വന്നു. മനസ്സിലായോ? മായ സ്ലെപ്റ്റ് സൗണ്ട്ലി. അപ്പോൾ ഈ സൗണ്ട്ലി എന്നുള്ളതിന് പകരം എനിക്ക് നന്നായിട്ട് എന്നുള്ള അർത്ഥത്തിൽ ഗുഡ് എന്നുള്ളതിൻ്റെ കൂടെ ly ചേർത്തും യൂസ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഗുഡിൻ്റെ കൂടെ ly ചേർത്ത് ഗുഡ്ലി എന്ന് നമ്മൾ പറയില്ല. അതിന് പകരം വെൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ മായ സ്ലെപ്റ്റ് ഗുഡ്ലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മായ സ്ലെപ്റ്റ് വെൽ എന്ന് പറയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മായ സ്ലെപ്റ്റ് സൗണ്ട്ലി, അല്ലെങ്കിൽ മായ സ്ലെപ്റ്റ് വെൽ. ഇനി എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉപമിച്ചുകൊണ്ടും പറയാറുണ്ട്. അതായത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉറങ്ങി, അതായത് അത്ര എല്ലാം മറന്ന് ഒന്നും അറിയാതെ ഉറങ്ങി എന്നുള്ളതിന് നമ്മളങ്ങനെ ചിലപ്പോൾ കമ്പയർ ചെയ്ത് പറയില്ലേ, ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങി എന്ന് പറയില്ലേ, അവിടെയും നമുക്ക് അങ്ങനെയും പറയാം ഇവിടെ. അപ്പോൾ മായ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നോക്കൂ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തതെന്ന് പറയാൻ മായ സ്ലെപ്റ്റ് സൗണ്ട്ലി, അല്ലെങ്കിൽ മായ സ്ലെപ്റ്റ് വെൽ, അതും അല്ലെങ്കിൽ മായ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, മായ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങിയതെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ വൈ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. കാരണമുണ്ട്. മായ
അത്ര ക്ഷീണിതയായിരുന്നു. അപ്പോൾ കാരണത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നമുക്കൊരു വാക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് എന്ന്. എന്ത് പറയും? മായ സ്ലെപ്റ്റ് സൗണ്ട്ലി ബിക്കോസ് ഷി വാസ് ടയേർഡ്. മനസ്സിലായോ? മായ സ്ലെപ്റ്റ് സൗണ്ട്ലി, അവൾ അത്ര ഗാഠമായിട്ട് ഉറങ്ങി, കാരണം അവൾ ക്ഷീണിതയായിരുന്നു. അപ്പോൾ ഈ ബിക്കോസ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് കുറച്ചുകൂടെ നീട്ടാൻ സാധിച്ചു. ഒരു കാരണമാണ് നമ്മളവിടെ ചേർത്ത് പറയുന്നത്. മനസ്സിലായോ അത്? അപ്പോൾ ഈ ബിക്കോസ് പോലെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്, അതൊന്നും നമ്മൾ ഇന്നത്തെ ലെസണിൽ എടുക്കുന്നില്ല. ആകെ ഒരൊറ്റ ഒരു വാക്ക് മാത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം അതെടുക്കാൻ കാരണം ഈ വൈ എന്ന് പറഞ്ഞൊരു ചോദ്യം നമ്മളവിടെ സ്വയം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ചേർക്കേണ്ടി വരും. ഞാനിനി അടുത്ത സെൻറ്റൻസ് മലയാളത്തിൽ പറയാം. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിൽ ഫോം ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. സെൻറ്റൻസ് ഇതാണ്: അവൾ മോശമായി പെരുമാറി. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് അവൾ, ഷീ. കിട്ടിയില്ലേ അത്? പെരുമാറുക എന്നുള്ളതിന് എന്ത് പറയും? ബിഹേവ് എന്ന് പറയും. അപ്പോൾ പെരുമാറി, പാസ്റ്റ് ടെൻസിന് ബിഹേവ്ഡ് എന്ന് വരണമല്ലോ. എന്ത് കിട്ടി? ഷീ ബിഹേവ്ഡ്. അവൾ എങ്ങനെയാണ് പെരുമാറിയേ? മോശമായി. അപ്പോൾ മോശം എന്നുള്ളതിന് ബാഡ് എന്ന് പറയാം. മോശമായ രീതിയിൽ എന്നൊരർത്ഥമല്ലേ ഇവിടെ കിട്ടേണ്ടത്, അതിന് ബാഡ്ലി എന്ന് പറഞ്ഞാൽ മതി. LY ചേർത്തു. അപ്പോൾ ഇത് ആഡ്വേർബാണ്. എന്താ പറയണ്ടേ? ഷീ ബിഹേവ്ഡ് ബാഡ്ലി. ഇനി അല്ലെങ്കിൽ നമ്മൾ മുൻപ് ലൈക്ക് ചേർത്ത് പറഞ്ഞില്ലേ, ഇന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മോശമായി പെരുമാറി എന്നുള്ളതിന് പകരം അവളൊരു കുട്ടിയെ പോലെ പെരുമാറി എന്നും വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പോൾ ഞാൻ പറയാണ് ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ചൈൽഡ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഷീ ബിഹേവ്ഡ് ബാഡ്ലി, അല്ലെങ്കിൽ ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ചൈൽഡ്. അപ്പോൾ സെൻറ്റൻസ് അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ചോദിക്കുന്നത് എവിടെ വെച്ചാണ് അവളിത് ചെയ്തതെന്നാണ്. ഇതെവിടെയാണ് സംഭവിച്ചത്? പാർട്ടിയിലാണിത് സംഭവിച്ചത്. അപ്പോൾ ഇന്ന ആ ഒരു സ്ഥലത്ത് എന്നൊരർത്ഥം കിട്ടാൻ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുക ഷീ ബിഹേവ്ഡ് ബാഡ്ലി അറ്റ് ദ പാർട്ടി. അപ്പോൾ ഏതൊരു പാർട്ടി നമുക്കറിയാം ഏത് പാർട്ടിയാണെന്ന്, അതുകൊണ്ട് അറ്റ് ദ പാർട്ടി. ഇനി എപ്പോഴാണിത് സംഭവിച്ചത്? വെൻ ഡിഡ് ദിസ് ഹാപ്പൻ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം, ഈ അടുത്തൊരു ദിവസം എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് ദി അതർ ഡേ എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക? ഷീ ബിഹേവ്ഡ് ബാഡ്ലി അറ്റ് ദ പാർട്ടി ദി അതർ ഡേ. മനസ്സിലായോ വന്ന ഓർഡർ എങ്ങനെയാണെന്ന്? ഷീ സബ്ജക്റ്റ്, ബിഹേവ്ഡ് വേർബ്, അത് കഴിഞ്ഞ് എവിടെ വെച്ചിട്ട്? അറ്റ് ദ പാർട്ടി, അത് കഴിഞ്ഞ് എപ്പോൾ? ദി അതർ ഡേ. വേർഡ് ഓർഡർ കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം. അടുത്ത എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിക്കോട്ടെ. ഇപ്പോൾ മലയാളത്തിൽ ഞാൻ പറയാണ് അയാൾ വേഗത്തിൽ ഡ്രൈവ് ചെയ്തു. അയാൾ വേഗം ഡ്രൈവ് ചെയ്തു. എന്ത് പറയും? ഹി ഡ്രോവ് ക്വിക്ക്ലി എന്ന് പറയാം. അവിടെ ക്വിക്കിൻ്റെ കൂടെ നമ്മൾ LY ചേർത്തു. അപ്പോൾ ആഡ്വേർബ് ആണല്ലോ, അതുകൊണ്ടാണ് ക്വിക്ക്ലി എന്ന് പറഞ്ഞത്. പക്ഷെ വേണമെങ്കിൽ എനിക്ക് ഹി ഡ്രോവ് ഫാസ്റ്റ് എന്നും പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫാസ്റ്റ് ഒരു ആഡ്വേർബ് ആണ്, പക്ഷെ അവിടെ LY വരുന്നില്ല. അപ്പോൾ ചില ആഡ്വേർബ്സ് ഉണ്ട് LY ഇല്ലാതെ വരുന്ന തരം കേട്ടോ. അപ്പോൾ എപ്പോഴും ആഡ്വേർബ്സിന് LY ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള വേറൊരു വാക്കാണ് ഹൈ എന്ന് പറയുന്നത്. അതായത് ഉയരത്തിൽ എന്ന അർത്ഥം കിട്ടാൻ ഹൈലി എന്ന് പറയേണ്ട, ഹൈ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് പറയണം പക്ഷികൾ ആകാശത്ത് ഉയർന്ന് പറക്കുന്നു. അപ്പോൾ പറക്കുക എന്നുള്ളതിന് ഫ്ലൈ എന്നാണല്ലോ പറയുക. അപ്പോൾ എന്ത് പറയും? ദ ബേർഡ്സ് ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ. ഹൈലി അല്ല, ദ ബേർഡ്സ് ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ. ശരിക്കും പറഞ്ഞാൽ ഹൈലി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്കുണ്ട്, ഒരു ആഡ്വേർബ് ഉണ്ട്. അതിൻ്റെ അർത്ഥം പക്ഷേ ഉയരത്തിൽ എന്നല്ല, നമ്മളെ പറ്റി വളരെ നല്ല അഭിപ്രായത്തിൽ എന്നൊക്കെ പറയില്ലേ, നല്ല അഭിപ്രായത്തോടെ സംസാരിച്ചു, വളരെ ശ്ലാഘിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയില്ലേ, പ്രശംസിച്ചു പറഞ്ഞു എന്നൊക്കെ. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഹി സ്പോക്ക് ഹൈലി അബൌട്ട് മീ എന്ന് പറയും. അവിടെ ഉയരത്തിൽ നല്ല അർത്ഥം. മനസ്സിലായോ? വളരെ ഉയർന്ന അഭിപ്രായം നമ്മളെ പറ്റി ഉണ്ടെന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ ചില ആഡ്വേർബ്സ് ഉണ്ടെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ എന്താ കണ്ടത്? ഒരു സെൻറ്റൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ എങ്ങനെയാണ് പല തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ സെൻറ്റൻസിൽ ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ, അതിന് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ പല തരത്തിലുള്ള WH ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തത്. ഏതൊക്കെ വേർഡ്സാണ് ഉപയോഗിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ? ഹൂ, വാട്ട്, വേ, വെൻ, വൈ, ഹൗ, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നത് വേറൊരു പോയിൻ്റാണ്. ഒരു സെൻറ്റൻസിൽ എന്തായാലും ഒന്നോ അതിലധികമോ നൗൺസ് കാണും. നൗൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ ഒക്കെ പേരാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല നൗൺസ് ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ കാണും. ഈ നൗൺസിനെ പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തും നമുക്ക് ആ സെൻറ്റൻസ് ലോങ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നാമവിശേഷണം എന്ന് പറയും.
അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ തരുന്ന സെൻറ്റൻസ് പൂച്ച കസേരയുടെ കീഴിൽ ഇരുന്നു എന്നാണ്. അപ്പോൾ പൂച്ച ഇരുന്നു എന്ത് പറയും? ദ ക്യാറ്റ് സാറ്റ്. എവിടെ? കസേരയുടെ താഴെയായിട്ട്, കസേരയുടെ കീഴിൽ, അണ്ടർ ദ ചെയർ. എന്താ സെൻറ്റൻസ് വന്നത്? ദ ക്യാറ്റ് സാറ്റ് അണ്ടർ ദ ചെയർ. ഇത്രയും കിട്ടിയല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പിക്ചർ കാണാമല്ലോ. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊരു വെളുത്ത പൂച്ചയാണ്. മാത്രമല്ല ആ പൂച്ച ഇരിക്കുന്ന കസേര ഒരു മരത്തിൻ്റെ കസേരയാണ്. പൂച്ച മരത്തിൻ്റെ കസേരയ്ക്ക് കീഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ നമുക്കിവിടെ ചേർക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് ചേർക്കേണ്ടത്? ക്യാറ്റിന് മുൻപിലായിട്ട് എനിക്ക് വൈറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാം. വെളുത്ത പൂച്ചയാണല്ലോ. അപ്പോൾ അത് ആ ക്യാറ്റ് എന്ന് പറയുന്ന നൗണിന് മുൻപിലാണ് വന്നത്. ഇനി കസേര, ചെയർ, അതാണ് അടുത്ത നൗൺ. അതിന് മുൻപിൽ എനിക്ക് പറയാം മരത്തിൻ്റെ കസേര, വുഡൻ എന്ന വാക്കും യൂസ് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസ് എന്ത് വരും? ദ വൈറ്റ് ക്യാറ്റ് സാറ്റ് അണ്ടർ ദ വുഡൻ ചെയർ. കണ്ടോ സെൻറ്റൻസ് എങ്ങനെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് ലോങ് ആയതെന്ന്. ഇതുപോലെ വേറൊരെണ്ണം, ആ മനുഷ്യൻ ഒരു ഫ്ലാറ്റിലാണ് കഴിഞ്ഞത്. അപ്പോൾ ദ മാൻ ലിവ്ഡ് ഇൻ എ ഫ്ലാറ്റ്. മനസ്സിലായല്ലോ. പക്ഷേ ഇനി ഞാൻ ഈ മനുഷ്യനെക്കുറിച്ചും ഫ്ലാറ്റിനെക്കുറിച്ചും കുറച്ചുകൂടെ ആഡ്ജക്റ്റീവ്സ് അവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ മനുഷ്യൻ കുറച്ച് പ്രായമായൊരു മനുഷ്യനാണ്, വയസ്സായ ഒരാളാണ്. അപ്പോൾ അവിടെ ഓൾഡ് എന്നൊരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ഈ ഫ്ലാറ്റ് അതൊരു ചെറിയ ഫ്ലാറ്റാണ്. അപ്പോൾ സ്മോൾ എന്ന വാക്ക് അവിടെ യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് പറയുന്നു? ദി ഓൾഡ് മാൻ ലിവ്ഡ് ഇൻ എ സ്മോൾ ഫ്ലാറ്റ്. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് ആഡ്ജക്റ്റീവ്സ് വന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ദി ഓൾഡ് മാൻ, സ്മോൾ ഫ്ലാറ്റ്. അവിടെയും സെൻറ്റൻസ് കുറച്ചുകൂടെ വലുതായി. വേറെ ഒരെണ്ണം പറയാം. ഞങ്ങൾ പീറ്റ്സ കഴിച്ചു. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ വരുന്നത് ഞങ്ങൾ കഴിച്ചു എന്നുള്ളതാണ് ആദ്യം പറയുക. അപ്പോൾ വി എയ്റ്റ് എന്ന് പറയും. ഇനി ഞങ്ങൾ എന്താ കഴിച്ചത്? പീറ്റ്സയാണ് കഴിച്ചത്. അപ്പോൾ വി എയ്റ്റ് ദ പീറ്റ്സ. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ വാക്ക് എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും അത് പറയുന്നത് പിസ്സ എന്നല്ല, പീറ്റ്സ എന്നാണ് കേട്ടോ. അപ്പോൾ വി എയ്റ്റ് ദ പീറ്റ്സ. ഇനി ഇവിടെ ഒരു നൗൺ ഉണ്ടല്ലോ, നമ്മളിവിടെ പീറ്റ്സയെക്കുറിച്ചല്ലേ പറയുന്നത്. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കണ്ട എക്സാമ്പിളിൽ ആ ഓരോ നൗണിനും ഞാൻ ഓരോ വാക്ക് മാത്രമാണ് ആഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്തത്. ഒരാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദി ഓൾഡ് മാൻ എന്ന് പറഞ്ഞു, ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്മോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ ഈ പീറ്റ്സയെക്കുറിച്ച് ഒന്നിലധികം ആഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. 1, 2, 3 എത്ര ആഡ്ജക്റ്റീവ്സ് വേണമെങ്കിലും ഒരു നൗണിനെ കുറിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ടേസ്റ്റി ആയിരുന്നു, വളരെ ഡെലിഷ്യസ് ആയിരുന്നു. മാത്രമല്ല ഇത് വീട്ടിലുണ്ടാക്കിയ പിസ്സയാണ്, ഹോം മെയ്ഡ് പിസ്സയാണ്. അപ്പോൾ എന്താ പറയുക? 2 വാക്കുകൾ യൂസ് ചെയ്യാം, ഡെലിഷ്യസ്, ഹോം മെയ്ഡ്. അപ്പോൾ ഞാൻ പറയുന്നത് വി എയ്റ്റ് ദ ഡെലിഷ്യസ് ഹോം മെയ്ഡ് പിസ്സ എന്നാണ്. അപ്പോൾ അവിടെ 2 ആഡ്ജക്റ്റീവ്സ് വന്നതുകൊണ്ട് ആദ്യത്തത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ ഇടണം. അതുകൊണ്ടാണ് ഞാൻ ഡെലിഷ്യസ് കഴിഞ്ഞിട്ട് കോമ ഇട്ടത്. വി എയ്റ്റ് ദ ഡെലിഷ്യസ് കോമ ഹോം മെയ്ഡ് പിസ്സ. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്, നായ കുരച്ചു. ദ ഡോഗ് ബാക്ക്ഡ് എന്നാണ് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ കുരയ്ക്കുക എന്നുള്ളതിനാണ് നമ്മൾ ബാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബാക്ക്ഡ് കേട്ടോ. അപ്പോൾ ദ ഡോഗ് ബാക്ക്ഡ് എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ നൗൺ ഡോഗ് ആണല്ലോ, നായയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനിവിടെ 1-2 ആഡ്ജക്റ്റീവ്സ് കൂടി യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക്, അതായത് കറുത്ത നായയാണ്. മാത്രമല്ല ഒരു വലിയ നായയാണ്. അപ്പോൾ 2 വാക്കുകൾ നമുക്കിവിടെ ചേർക്കണം. ബിഗും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇനി ഈ നായ കുരച്ചു എന്ന് പറയുന്നുണ്ട്. കുരച്ചു എന്ന് പറയുന്നത് ഒരു വേർബാണ് അല്ലേ, അതൊരു ക്രിയയാണ്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ആഡ്വേർബ്. അപ്പോൾ നായ എങ്ങനെ കുരച്ചു എന്ന് എനിക്ക് പറയാം, വേണമെങ്കിൽ എനിക്ക് പറയാം ഉറക്കെ കുരച്ചു എന്ന് പറയാം. അപ്പോൾ അവിടെ ലൗഡ്ലി എന്നൊരു വാക്ക് എനിക്ക് യൂസ് ചെയ്യാം. അതൊരു ആഡ്ജക്റ്റീവ് അല്ല കേട്ടോ, അതൊരു ആഡ്വേർബാണ്. ഇവിടെ ഞാൻ എന്താണ് അവസാനം പറയുന്നത് സെൻറ്റൻസിൽ? ദ ബിഗ് ബ്ലാക്ക് ഡോഗ് ബാക്ക്ഡ് ലൗഡ്ലി. കണ്ടോ, ഞാനിത് തന്നത് എന്തിനാണെന്നറിയാമോ? ആഡ്ജക്റ്റീവ്സ് എപ്പോഴും വരുന്നത് നൗണിന് മുൻപായിട്ടാണ്, പക്ഷേ ആഡ്വേർബ് വരുന്നത് വേർബ് കഴിഞ്ഞുമാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ദ ബിഗ് ബ്ലാക്ക് ഡോഗ് ബാക്ക്ഡ് ലൗഡ്ലി എന്നാണ് പറഞ്ഞത്. അവിടെയും ആ ബിഗ് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ ഇട്ടു. 2 ആഡ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 2 ഹോംവർക്ക് തരുന്നുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ 3-4 സെൻറ്റൻസസ് ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ആ ഒരു വേർഡ് ഓർഡർ നിങ്ങൾക്ക് കിട്ടിയൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്. കുറച്ച് ബ്രെഡ് വാങ്ങാനായിട്ട് രേണു കടയിൽ പോവുകയാണ്.
അപ്പോൾ രേണു ആണ് പോകുന്നത്, രേണു ആണ് സബ്ജക്റ്റ്, അത് വെച്ച് തുടങ്ങണം. രേണു ഇസ് ഗോയിങ്, രേണു പോവുകയാണ് അല്ലേ, രേണു ഇസ് ഗോയിങ്. എങ്ങോട്ടാണ് പോകുന്നത്? കടയിലേക്ക്, സ്റ്റോറിലേക്ക്. അപ്പോൾ രേണു ഇസ് ഗോയിങ് ടു ദ സ്റ്റോർ. എന്തിനാണ്? ഫോർ വാട്ട്? എന്തിനാണ് പോകുന്നത്? കുറച്ച് ബ്രെഡ് വാങ്ങാൻ. ടു ബൈ സം ബ്രെഡ്. കിട്ടിയോ? രേണു ഇസ് ഗോയിങ് ടു ദ സ്റ്റോർ ടു ബൈ സം ബ്രെഡ്. ഇനി അടുത്തത് നോക്കാം. പരീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടി നന്നായി പഠിച്ചു, അതായത് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം. അപ്പോൾ നമ്മളിവിടെ ഒരു ആൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദ ബോയ്, അവൻ എന്താ ചെയ്തേ? പഠിച്ചു. ദ ബോയ് സ്റ്റഡീഡ്. എങ്ങനെ? നന്നായി, നല്ല കഷ്ടപ്പെട്ട്, നല്ല അധ്വാനിച്ച് പഠിച്ചു. ദ ബോയ് സ്റ്റഡീഡ് ഹാർഡ്. അവിടെ ശ്രദ്ധിക്കണം, ഹാർഡ്ലി എന്ന് പറയുന്നില്ല കേട്ടോ. ദ ബോയ് സ്റ്റഡീഡ് ഹാർഡ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചത്? പരീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട്. ദ ബോയ് സ്റ്റഡീഡ് ഹാർഡ് ബിക്കോസ് ഹി ഹാഡ് ആൻ എക്സാം. പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഹി ഹാഡ് ആൻ എക്സാം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ഹാർഡ് എന്ന് പറയുന്ന വാക്ക്, ഒരു കാര്യം വളരെ ബുദ്ധിമുട്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ ഹാർഡ് എന്നാണ് യൂസ് ചെയ്യുക. അവിടെ ആഡ്വേർബ് ആണത്, പക്ഷേ LY യൂസ് ചെയ്യില്ല. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറേ ഇല്ല എന്നൊരു നെഗറ്റീവ് മീനിങ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഹാർഡ്ലി. രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഡെന്റിസ്റ്റിനെ കാണാനായി ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി. ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ പോയി, അത് വെച്ച് തുടങ്ങണം. ഐ വെൻറ്റ്. എവിടെയാണ് പോയേ? ആശുപത്രിയിൽ. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. എന്നാ പോയേ? എപ്പോഴാണ് പോയേ? ഇന്നലെ. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. പോയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിൻ്റെ ലക്ഷ്യം, പേർപ്പസ് എന്തായിരുന്നു? അത് പറയാൻ നമ്മൾ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡെൻറ്റിസ്റ്റിനെ കാണാൻ, ടു സീ ദ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ സെൻറ്റൻസ് ആയില്ലേ? ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ ടു സീ ദ ഡെൻറ്റിസ്റ്റ്. കിട്ടിയോ? ആ ഒരു ലോങ് സെൻറ്റൻസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഇനി അടുത്തത് ശ്രദ്ധിക്കൂ കേട്ടോ. മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് ജോൺ വൈകുന്നേരം വൈകിയാണ് വീട്ടിലെത്തിയത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പം നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇത് വളരെ ലോങ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന്. അങ്ങനെയല്ല, ഓരോ പാർട്ടായിട്ട് എടുത്ത് നമ്മളത് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ജോൺ എത്തി എന്നാണ്, അല്ലേ? ജോൺ സബ്ജക്റ്റ്, എത്തി എന്നുള്ളത് വേർബ്. അപ്പം എന്ത് പറയും? ജോൺ റീച്ച്ഡ് എന്ന് പറയാം. ജോൺ എവിടെയാണ് എത്തിയത്? വീട്ടിലെത്തി. അപ്പോൾ അതിന് ജോൺ റീച്ച്ഡ് ഹോം എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ജോൺ റീച്ച്ഡ് ടു ഹോം എന്നൊന്നും പറയണ്ട കേട്ടോ. ജോൺ റീച്ച്ഡ് ഹോം. ജോൺ എങ്ങനെയാണ് എത്തിയത്? നേരത്തെയാണോ വൈകിയാണോ? വൈകിയാണ് എത്തിയത്. അതിന് ലേറ്റ് എന്ന വാക്ക് യൂസ് ചെയ്താൽ മതി. ലേറ്റ്ലി എന്ന് പറയരുത്. ആഡ്വേർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ ലേറ്റ് എന്ന് മാത്രം മതി. ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയായി. അവിടെ റീസെൻ്റ്ലി, ഈ അടുത്തായിട്ട് എന്നൊരു അർത്ഥം വരും. അപ്പോൾ വൈകി എന്നുള്ളതിന് ലേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ജോൺ റീച്ച്ഡ് ഹോം ലേറ്റ്. എപ്പോഴാണ് എത്തിയത്? വൈകുന്നേരം, ഇൻ ദി ഈവനിങ്. അപ്പോൾ ജോൺ റീച്ച്ഡ് ഹോം ലേറ്റ് ഇൻ ദി ഈവനിങ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട്. കാരണം പറയണം, അപ്പോൾ ബിക്കോസ് ആഡ് ചെയ്യണം അല്ലേ? ജോൺ റീച്ച്ഡ് ഹോം ലേറ്റ് ഇൻ ദി ഈവനിങ് ബിക്കോസ് ഹി ഹാഡ് എ മീറ്റിംഗ്. അയാൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ മീറ്റിംഗ്. ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഹാഡ് യൂസ് ചെയ്തത്. മുൻപ് നമ്മൾ കണ്ടല്ലോ, ഹി ഹാഡ് എ മീറ്റിംഗ്. കണ്ടോ എങ്ങനെയാണ് ആ ഒരു ലോങ് സെൻറ്റൻസ് നമ്മൾ ഓരോ ഭാഗമായിട്ടെടുത്ത് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങളാണ്. ആദ്യത്തത്, ഞാൻ പറയുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഈ സ്ത്രീ ബസ് സ്റ്റോപ്പിൽ ക്ഷമയോടെ കാത്തു നിന്നു എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ദ ലേഡി എന്ന് പറഞ്ഞ് ഈ സെൻറ്റൻസ് തുടങ്ങാം. അപ്പോൾ കാത്തു നിൽക്കുക എന്നുള്ളതിന് വെയിറ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക, പക്ഷെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വരണം കേട്ടോ. പിന്നെ ക്ഷമയോടെ എന്നുള്ളതിന് പേഷ്യൻ്റ്ലി എന്ന് പറയും. മനസ്സിലായോ? പേഷ്യൻ്റ്ലി. ഇനി നമ്മൾ പറയുന്നത് ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു എന്നാണ്. അവിടെ അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് വരിക. അപ്പം അത്രയും ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹോംവർക്ക് ചെയ്യാനായി മനു രാവിലെ നേരത്തെ ഉണർന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇത് ഇംഗ്ലീഷിലാക്കിയിട്ട് അതിൻ്റെ പാർട്സ് ഞാനിവിടെ ജംബിൾഡ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഓർഡറിലാക്കി സെൻറ്റൻസ് ആയിട്ട് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങളെന്നെ അറിയിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.